ഇനിയിപ്പോ കാര്യം പറഞ്ഞോ. റാപ്റ്റർ ജെറ്റ് ഓക്കെ അവര് 4 പിക്ക് ചെയ്തു. അവര് ഏജന്റ് സെയിം തന്നെയാണ് പിക്ക് ചെയ്തത്. സെയിം എടുത്ത് വെച്ചാൽ യോറും എടുത്ത് വെച്ചോണ്ടിരിക്കുന്ന മാന്യകുമാർ റീകൾ അത്ര വലിയ മാന്യ അവര് ലോക്ക് ചെയ്ത് അവര് കറക്റ്റ് ആയി പെട്ടെന്നായിരുന്നു. മെന്നിയൊരു മണ്ടൻ തന്നെ. ലോക്ക് ചെയ്തില്ലല്ലോ ഇതുവരെ. സമയത്ത് റെയിനെ എടുത്തിട്ട് അങ്ങ് ലോക്ക് ചെയ്യും കേട്ടോ. അതാണ് പ്ലാൻ. പക്ഷെ അപ്പോഴത്തേക്ക് മാറിപ്പോണം, മനസ്സിലായോ? വേറെ ഏത് സാധനം ലോക്ക് സാമാനം റെയിനെ ലോക്ക് ചെയ്ത് ഇത് നോസി എന്തായാലും ഓമനല്ലേ ആസ്ട്ര എടുക്കും. അതേ ഉള്ള ഓപ്ഷൻ. എടുത്താൽ പോലെ പെട്ടെന്ന്. അത് അവന്റെ ഇഷ്ടമല്ലടാ. 30 സെക്കൻഡ് ഇതൊക്കെയാടാ പ്രശ്നങ്ങള്. സെക്കൻഡ് കളി ജയിച്ചത് ടീം വൈപ്പർ. വൈപ്പറിന്റെ ടീമാണ് ജയിച്ചത്. ഇന്നെന്തായാലും ഇപ്പൊ കേസ്. അപ്പൊ നാളെ എന്തായാലും ഇന്നത്തെ മാച്ച് കൂടി ഈ ഒരു മാച്ച് കഴിയുമ്പോഴത്തേക്ക് സ്കോർ ബോർഡ്സ് എന്തായാലും പിന്നെ സ്റ്റാൻഡിങ്സ് എന്തായാലും നാളെ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏകദേശം ഇപ്പൊ ടോപ്പ് നിൽക്കുന്ന ടീമുകൾ ഏതാണെന്ന്. പക്ഷെ അതൊക്കെ മാറിയാം. ഇൻസ്റ്റയിൽ നാളെ എന്തായാലും അപ്ലോഡ് ചെയ്യും. അതെ, വാലറന്റ് ആണ്, ഒന്നും പറയാൻ പറ്റില്ല. അതേപോലെ ഇനി MVP പ്ലെയർ ലിസ്റ്റ് കാര്യങ്ങളും അതൊക്കെ കുറച്ച് അവസാനത്തോടുകൂടി എന്തായാലും വരത്തുള്ളൂ. ഇപ്പൊ എന്തായാലും വരത്തില്ല, അതൊക്കെ ലാസ്റ്റ് ടൈമിലേ വരത്തുള്ളൂ. ഹലോ ദേവ്ജി മാറണം സ്പെക്കിങ്. എന്തൊരു ഇതിന്റെ അകത്ത് എല്ലാം അത് ആരും കൊടുക്കുന്നതല്ലടാ. ഇതിന്റെ അകത്ത് അവർക്ക് എല്ലാവർക്കും സ്പെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അവരെ POV ആണെങ്കിൽ പിയുടെ റൈറ്റ് ബട്ടൺ, പിയുടെ അടുത്തുള്ള റൈറ്റ് ബട്ടൺ അല്ലേ, പിന്റെ റൈറ്റ് ബട്ടൺ നിൽക്കുമ്പോ മേളിൽ കാണിക്കും ആരെയാണ് ഫോളോ ചെയ്യുന്നത്. അതിന് ദേവ്ജീനെ. ഓക്കെ, സോ അപ്പൊ പിസ്റ്റൽ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഫസ്റ്റ് റൗണ്ട് ആദ്യം നമുക്ക് എന്തായാലും നോക്കാം. ഒരു എ റഷ് ആണോ? ഏത് ഡിഫൻസ് ടീംസ് എല്ലാവരും റഷ് ചെയ്ത് വരുന്നു. 2 ടീമിനും ടാഗുകൾ കിട്ടുന്നുണ്ട്. ഒരു ഫ്ലാഷ് വരുന്നു, പക്ഷെ സ്മോക്ക് ചെയ്തുകൊണ്ട് തന്നെ ഫ്ലാഷ് എന്തായാലും പറ്റിയിട്ടില്ല. എന്തായാലും തിരിച്ച് സീലേക്ക് എല്ലാവരും റൊട്ടേറ്റ് ചെയ്യുന്നു. സീല് നമ്മുടെ റൂഡ് ഇവിടെ കാത്തു നിൽപ്പുണ്ട്. ഓക്കെ, ആർക്കും ടാഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മക്കാച്ചി അവിടെ റോഡിനെ പിക്ക് ചെയ്യുന്നു. ടീവ് ലോ ആണ്, സാപ്റ്റർ ലോ ആണ്. പക്ഷെ റഞ്ച് അവിടെ എന്തായാലും ഹോൾഡ് ചെയ്യുന്നുണ്ട്. എല്ലാരും വന്നിട്ട് റിട്ടേക്ക് ചെയ്യാന്നുള്ളൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു ഫ്ലാഷ് നൈസൽ ഫ്ലാഷ് ആയിരുന്നു, പക്ഷെ ആരും എന്തായാലും കിട്ടിയിട്ടില്ല. ഓക്കെ, സ്റ്റീവ് അവിടെ വിക്ക് എടുക്കുന്നു. നൈസൊരു കൺകഷൻ വരുന്നു. സീറ്റോടെ ഡെവിലേഷൻ വിക്ക് ചെയ്യുന്നു. ഈഗിളൊരു വിക്ക് എടുക്കുന്നു. ഈഗിളിനെ സാപ്റ്റർ റെഡ് ചെയ്യുന്നു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ഇൻ ഫേവർ ഓഫ് അറ്റാക്കേഴ്സ്. എടാ പിത്തള ഒന്ന് സംസാരടാ. പിത്തളല്ലേടാ അവിടെ? ഓക്കെ, ഫസ്റ്റ് റൗണ്ട് ഇപ്പൊ എന്തായാലും നമ്മുടെ അറ്റാക്ക് ആണ് ജയിക്കുന്നത്. ടീം മെനടാപ്സ് ആണ് ഫസ്റ്റ് റൗണ്ട് ജയിച്ചേക്കുന്നത്. നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ എന്തൊക്കെയാണല്ലേ നടക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ റൗണ്ട് ഇപ്പൊ മെന്നിയുടെ ടീം ജയിക്കുവാണെങ്കിൽ നമ്മുടെ പ്രഡിക്ഷൻസ് മൊത്തത്തിൽ മാറിയാണ്. മോർണിംഗ് സ്റ്റാർ ഹാസ് ഡിസ്കണക്റ്റഡ് മൊത്തം മാറി. ഓക്കെ, എന്തായാലും ഒരു റഷ് എന്തായാലും ഇല്ല ഇത്തവണ. എന്തായാലും ഒരു 4-5 പേര് തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുവാണ്. എന്തായാലും ഇൻഫോ കൊടുക്കാതിരിക്കാനായിരിക്കും പ്ലാൻ. കാരണം ഇൻഫോ കൊടുത്തു കഴിഞ്ഞാൽ അവർ കയറത്തില്ല, എന്തായാലും റൊട്ടാറ്റ് ചെയ്യാനേ നോക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആരും ഇൻഫോ എടുക്കാണ്ടിരിക്കുവാണ്. സ്പെക് ദേവ്ജീന. ഞാൻ പിന്നെ ആരാണ് സ്പെക്ക് ചെയ്യുന്നത്? ദേവ്ജീനല്ലേ സ്പെക്ക് ചെയ്യുന്നത്? ഞാൻ ദേവ്ജീനാണ് സ്പെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താ 2 റൈസ് ഉണ്ട്. സാപ്റ്ററോടെ പുഷ് ചെയ്ത് വരുന്നു റഞ്ചിനെ പിക്ക് ചെയ്യാനായിട്ട്. ഹെഡ് ഷോട്ട് കൊടുത്തെങ്കിലും പിസ്റ്റൾ ആയതുകൊണ്ട് തന്നെ വീണിട്ടില്ലായിരുന്നു. സാപ്റ്ററോ ലോ SP ആയിരുന്നു. വീളിനെ പിക്ക് ചെയ്തു സാപ്റ്റർ. നമ്മുടെ എവിടെ റൈസ് അവിടെ 1 HP. നോയ്സ് അവിടെ മായാവിനെ പിക്ക് ചെയ്യുന്നു. ഓക്കെ, സ്റ്റീവ് ഡെവിഡൈസിനെ അവിടെ പിക്ക് ചെയ്യുന്നു. അതെ, ആ ടൈം കൊണ്ട് മക്കാശി നമ്മുടെ നോയ്സിനെ പിക്ക് ചെയ്യുന്നു. സെക്കൻഡ് റൗണ്ട് ഇൻ ഫേവർ ഓഫ് അറ്റാക്കേഴ്സ്. നോക്കുവാണെങ്കിൽ
എന്തായാലും ഇതാണ് ഒരു ബൈ റൗണ്ട് എന്ന് പറയേണ്ട ഒരു ഡിഫൻസ് സൈഡിന്റെ ഒരു പ്രോപ്പർ ബൈ റൗണ്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഈ റൗണ്ട് എന്തായാലും അവർക്ക് പിടിക്കാൻ പറ്റണം. പക്ഷെ അതേ ടൈം തന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ അറ്റാക്കേഴ്സ് ഓൾമോസ്റ്റ് 3 പേരും ഓൾറെഡി AR ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ റൗണ്ടിൽ. അതുകൊണ്ട് തന്നെ ഈ റൗണ്ട് അവർക്ക് ഒരു ഗൺ ഡിസഡ്വാൻറ്റേജ് പ്രോപ്പർ ആയിട്ടില്ല. കുറച്ച് 2 പേരുടെ മാത്രമേ AR ഇല്ലാണ്ടുള്ളൂ. ബാക്കി ഒരാളേലും ഗാർഡിയനും ഉണ്ട്. സോ വലിയ ഇഷ്യൂ വരത്തില്ല എന്ന് തോന്നുന്നു. ഈ റൗണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഈ റണ്ണിന്റെ പൊസിഷനിങ് അവർ എന്തായാലും ചെക്ക് ചെയ്തിട്ടില്ല ഇതുവരെ. ഓക്കെ 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 കണ്ടില്ല. ഓക്കെ കണ്ടു. റഞ്ച് അവിടെ മാപ്പിക്കുന്നു. ഈഗിള് സാപ്റ്റർ പിക്കുന്നു. നോയ്സി അവിടെ ഓക്കെ ഒരു ഫ്ലോലെസ് ഫ്രം ഡിഫൻഡേഴ്സ്. അങ്ങനെ ഇട്ട് കൊടുക്കാനുള്ള ഒരു പരിപാടി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്തായാലും ഒരു സാപ്റ്റർ എന്താണ് സാപ്റ്റർ ബൈ ചെയ്യുന്നു വീണ്ടും. ഓക്കെ അവർക്ക് ബൈ ഉണ്ടല്ലേ. ഇതൊക്കെ അവിടെ നടക്കുന്നത്. ഇതൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് എല്ലാം നടക്കുന്നത്. പിത്തൽജി ഇവിടെ ഇല്ലേടാ? ഇല്ലെന്ന് തോന്നണം. ഒന്നും മിണ്ടുന്നില്ല. ബാബു ബാബു കമന്റർ പറയാം. കമോൺ ഒന്നും മിണ്ടുന്നില്ല. ആണല്ലേ കമന്റർ വാലറന്റ് പറയാറുണ്ടോ? പിന്നെ ഏതറിയാ. ഓക്കെ കുഴപ്പമില്ല. അപ്പം നോക്കുവാണെങ്കിൽ എന്തായാലും അറ്റാക്കേഴ്സ് അപ്പം ബി സൈഡിലും സിയിലും ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് എന്തായാലും അവർ കയറുന്നത്. എന്തായാലും ഒരു പിക്ക് എടുക്കാനുള്ള പരിപാടിയാണ്. സാപ്റ്റർ എന്തായാലും നോക്കുന്നു. നോയ്സി അവിടെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഓക്കെ അവിടെ ആളുണ്ടോ എന്നുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടോന്ന് തോന്നുന്നു. അവിടെ ജസ്റ്റ് മാർക്കിംഗ് ഉണ്ട്. സീട്ടോ അവിടെ നോയ്സിയെ പിക്ക് ചെയ്യുന്നു. ബി സൈഡിലേക്ക് ഒരു എൻട്രി. ഓ സാപ്റ്ററിന്റെ ഒരു നൈസ് ഷോട്ട് ഉണ്ട്. ഈഗിൾ ഒരാൾ മാത്രം സീഡ് വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി 4 പേരും ഓക്കെ റഞ്ചോട. ഓ നൈസ് ഒരു പിക്ക് ഫ്രം റൂട്ട് ടു സാപ്റ്റർ. ഓക്കെ അവിടെ കളി മാനം മറിയുകയാണോ? 1v2 ആയിട്ടുണ്ട്. റഞ്ച് റിമൈനിങ് 1v1. മായാവി വേഴ്സസ് റഞ്ച് 1v1. ഫ്ലാഷ് വരും. ഡോട്ട് ചെയ്യൂ. ഓക്കെ ഡോഡ്ജ് ചെയ്യാൻ പറ്റിയില്ല. കംപ്ലീറ്റ്ലി ഫ്ലാഷ് ആയി പോയി. ഞാൻ കരുതി ഡോഡ്ജ് ചെയ്യും. പക്ഷെ രഞ്ജിത്തോ AFK ആയ പോലെ നിൽക്കുമായിരുന്നു. എനിക്ക് അങ്ങനെ അനങ്ങാതെ നിൽക്കുമായിരുന്നു. അതാണ് ഞാൻ അറിയത്തില്ല. ഒന്ന് ഡോഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ മൂവ് ചെയ്യാനോ ഒന്നും ശ്രമിച്ചില്ല. മേ ബി അതൊരു സൗണ്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്താണോ എന്ന് അറിയത്തില്ല. അങ്ങനെ അനങ്ങാണ്ട് നിന്നതാണോ എന്ന് അറിയത്തില്ല. ഇനി അപ്പം സ്കോർ നോക്കുകയാണെങ്കിൽ 3-1 ആയിട്ടുണ്ട്. എന്തായാലും അറ്റാക്കേഴ്സിന്റെ ഫേവറിൽ ഒരു ദേശം റിവ്യൂല് വരുന്നു. സാപ്റ്റർ എന്തായാലും കവറിലേക്ക് കയറിയിട്ടുണ്ട്. ഏരിയക്ക് ഒരു കിൽജോയ് മാത്രം എന്തായാലും ഒരു ഫ്ലാങ്ക് നോക്കി നിൽപ്പുണ്ട്. ഹോൾഡ് ചെയ്ത ടററ്റും ടററ്റ് എവിടെ വെച്ചേക്കുന്നത്? ഓക്കെ അലാം ബോട്ട് കണ്ടു. ടററ്റ് എവിടെ അറിയത്തില്ല. എന്നാലും 2 ഓക്കെ ഈഗിളിനെ ഫ്ലാഷ് ചെയ്തു. സാപ്റ്ററോടെ കയറി പുഷ് ചെയ്തു. കയറി നേട് വരുന്നു. സാപ്റ്ററിനോടെ പിക്ക് ചെയ്യുന്നു. 4v4 ആയിട്ടുണ്ട്. നോയ്സിയോടെ നോയ്സിനെ കണ്ടു തോന്നുന്നു. എനിക്ക് തോന്നുന്നു നോയ്സിനെ കണ്ടിട്ടില്ല. അയ്യോ ഈയോടെ എവിടെ റൈസിനെ പിക്ക് ചെയ്യുന്നു. ഒക്കെ ആണെങ്കിൽ 4v2 ആയിട്ടുണ്ട്. റൂഡിനെ മായാവി പിക്ക് ചെയ്യുന്നു. ലാസ്റ്റ് പ്ലെയർ റിമൈനിങ് ഈസ് റഞ്ച്. അഗൈൻ റഞ്ച് ലാസ്റ്റ് പ്ലെയർ. ഓക്കെ റഞ്ചിനെ സ്റ്റീവ് പിക്ക് ചെയ്യുന്നു. എന്തായാലും സ്കോർ നോക്കുവാണെങ്കിൽ സാപ്റ്ററും സ്റ്റീവും അവിടെ അവരുടെ ഒരു ഡുവലിസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ അവരുടെ ഒരു അറ്റാക്കിങ്ങിൽ ടോഫ്രാക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ 2 പേരും. ഡിഫൻസ് സൈഡ് നോക്കുവാണെങ്കിൽ ഈഗിൾ വിത്ത് 3 kills, നോയ്സി വിത്ത് 3 kills, റൂഡ് വിത്ത് 2 kills. മായാവി പാർട്ട് ലെഫ്റ്റ്. ഓ അത് സ്പെക്ക് ചെയ്ത് അത് മായാവി അല്ലല്ലേ പറയുന്ന പോലെ ഏത് ആശിനായിരുന്നു സ്പെക്ക് ചെയ്യുന്നത്. ഓക്കെ അപ്പൊ നോക്കുവാണെങ്കിൽ എന്തായാലും ഇത്തവണ ഒരു ഈക്കോ റൗണ്ട് ആണ്. അത് നമ്മളെ റഞ്ച് എന്തായാലും സാപ്റ്ററിനെ പിക്ക് ചെയ്തിട്ടുണ്ട് തിരിച്ച്.
ഓക്കെ റഞ്ജിനവിടെ നല്ല ടാഗ് കിട്ടുന്നു. ഈഗിളിനെ അവിടെ ഫ്ലാഷ് ചെയ്തു. എന്റെ അമ്മ റഞ്ച് അവിടെ മായാവര് പിക്ക് ചെയ്യുന്നു. അവിടെ ഒരു എന്തോന്നത് ഇത്ര ഫ്ലാഷ് അവിടെ മൊത്തം. റെയ്നയുടെ ഫ്ലാഷ്, ബ്രീച്ചിന്റെ ഫ്ലാഷ്, മൊത്തത്തിൽ ഫ്ലാഷ്. ഓക്കെ എന്തായാലും നോയ്സ് അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. കിൽജോയുടെ അയ്യോ ഞാൻ വിചാരിച്ചത് കിട്ടിയെന്നാണ്. കിട്ടിയില്ല, മിസ് ചെയ്തു. ഓക്കെ 1 HP ആയിട്ടുണ്ട്. ഓക്കെ സ്റ്റീവ് അവിടെ എന്തായാലും പിക്ക് ചെയ്തിട്ടുണ്ട് പുറകിനെ. അപ്പം സ്കോർ നോക്കുകയാണെങ്കിൽ 1-5 എന്നായിട്ടുണ്ട്. ഒരു അറ്റാക്കിംഗ് മാപ്പ് ആണ്, അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. അവൻ നേരെ സ്പെക്ക് ചെയ്യുന്ന ആളെ നമ്മള് ഇവര് കൊണ്ടുവന്നതാണ്. നമ്മുടെ ചാപ്റ്റർ വരൊക്കെ ചാപ്റ്റർ വന്നതാ. സത്യമാണ്, ശരിയാണ്. എങ്ങനെയാ ചെയ്യുന്നത്? സത്യം ഞാൻ ഒരിക്കലും സ്പെക്ക് ചെയ്തെന്ന് വെറുത്ത് ഒറ്റയ്ക്ക്. ഓക്കെ അപ്പൊ എന്തായാലും ഒരു 2 പേര് പൈസ സ്ലോ ആയിട്ട് വരുന്നുണ്ട്. ബ്രീച്ചിന്റെ യൂട്ടിലികത്ത് ജെറ്റ് മാത്രം സത്യം പറഞ്ഞാൽ അങ്ങനെ കളിക്കുന്ന കേട്ടോ അവര്. ബ്രീച്ചും ജെറ്റും ഒരു കോംബോ പോലെ പോവാണ്. സാപ്റ്റർ ആ ഒരു ടൈമിങ്ങിൽ കറക്റ്റ് ആ ഒരു ഡ്രോൺ യൂസ് ചെയ്യുന്ന ടൈമിങ്ങിന് കറക്റ്റ് കയറി പുഷ് ചെയ്ത് അവിടെ റഞ്ജിനെ എടുക്കുന്നു. എ സൈഡിലേക്ക് വരാനായിരിക്കും കോൾ, കാരണം എ എന്തായാലും ഫ്രീ ആണ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഏകദേശം. 4 പ്ലേയേഴ്സും സ്പോണിലേക്ക് തന്നെ നിൽക്കുവാണ്. ഇവര് സ്പോണ് പുഷ് ചെയ്ത് വരുന്നവരെ അടിക്കാനാണ് പ്ലാൻ എന്ന് തോന്നുന്നു. ഓക്കെ ഇവിടെ അയ്യോ കണ്ടു 2 പിക്ക് മായാവി അവിടെ നൈസ് 2 പിക്ക് എടുക്കുന്നു. ഓക്കെ ഒമ്മന്റെ ഒരു ഫ്ലാഷ് വരുന്നു. ചാപ്റ്റർ ആ ടൈമിൽ ഓക്കെ ചാപ്റ്ററിനെ ഈഗിൾ പിക്ക് ചെയ്യുന്നു. ഓക്കെ ഈഗിളിനെ സേവ് പിക്ക് ചെയ്യുന്നു. വൺ 6 ആവുന്നു സ്കോർ. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഓക്കെ 1-6 ആവുന്ന സ്കോർ. അപ്പൊ നോക്കുവാണെങ്കിൽ സ്റ്റീവും സാപ്റ്ററും 8 കിൽസ് വെച്ച് ലീഡ് ചെയ്യുവാണ് അവരുടെ ഒരു അറ്റാക്കിംഗ് സൈഡ്. അവരെപ്പോഴും കില്ല് അതേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഡിഫൻസ് സൈഡിൽ നിന്ന് ഇതുവരെ ആരും തന്നെ ഒരു ഡോമിനേഷൻ ഇതുവരെ കാണിച്ചില്ല. ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ നോക്കുകയാണെങ്കിലും അങ്ങനെ വലിയൊരു ഇത് വന്നിട്ടില്ല. നമുക്ക് നോക്കാം, എന്തായാലും ഇനി റൗണ്ടുകളുണ്ട്. സോ കംബാക്ക് ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ. അതേപോലെ ഈ ഒരു മാപ്പിൽ ഇനി ടൈം ഉണ്ട് കംബാക്ക് വരാൻ. ഇതൊരു അറ്റാക്ക് ഫോർവേഡ് മാപ്പാണ് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് ചാൻസസ് ആർ സ്റ്റിൽ ദെയർ, ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. ഓക്കെ ഈകളോടെ ഓക്കെ പിക്ക് ചെയ്തു. റഞ്ചി സാപ്റ്ററിനെ പിക്ക് ചെയ്യുന്നു. ഈഗിൾ അവിടെ മായാവിൻ നൈസായിട്ട് പുഷ് ചെയ്ത് പിക്ക് ചെയ്യുന്നു. ഇനി നോക്കുവാണെങ്കിൽ 3 players റിമൈനിങ് ആൻഡ് സ്റ്റീവ് ഓൾറെഡി ലോ ഓൺ HP ആണ്. C2 അവിടെ എന്തായാലും ഓക്കെ അവര് 3 പേര് സിയിലേക്ക് പയ്യ ഒരു പ്രസൻസ് കാണിക്കാൻ സീറോട്ടാണ് വരുന്നത്. എന്തായാലും നോക്കട്ടെ. ഓക്കെ ഇവിടെ എന്തായാലും സൈഫർ ഫുൾ ക്യാമറ സെറ്റപ്പും എല്ലാം ആയിട്ട് അവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഓക്കെ ഫ്ലാഷ് ചെയ്യുന്നു. C2 സൈഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. ക്യാമറ പിക്ക് ചെയ്യുന്നു. ഓക്കെ അൾട്ട് വരുന്നു. ഓക്കെ മക്കാച്ചി ട്രേഡ് ചെയ്യുന്നു. മക്കാച്ചി അവിടെ റൂഡിനെ പിക്ക് ചെയ്യുന്നു. നൈസ് ഒരു പിക്ക്, അത് പറയാനില്ല. ഓക്കെ ലാസ്റ്റ് പ്ലെയർ റെഞ്ച് അവിടെ മക്കാച്ചിനെ പിക്ക് ചെയ്യുന്നു. വെൽ പ്ലേഡ് ഫ്രം ഡിഫൻഡേഴ്സ്. ആ റൗണ്ട് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഡിഫൻഡേഴ്സ് കളിച്ചു. ഒരു കറക്റ്റ് ടൈമിലുള്ള പിക്കുകൾ അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. കാരണം ഫ്ലാങ്ക് എ ഹോൾഡ് ചെയ്യുന്ന മായാവിനെ ഈഗിൾ കറക്റ്റ് പിക്ക് ചെയ്തു. അതേപോലെ തന്നെ ബാക്കി സാപ്റ്ററിനെ ആദ്യമേ റെഞ്ച് പിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഡിഫൻഡേഴ്സ് ആദ്യം തന്നെ അവരുടെ ഒരു ഫേവറിങ് അവരുടെ റൗണ്ട് അവരുടെ ഫേവറിലോട്ട് ആദ്യം തന്നെ കൊണ്ടുവന്നായിരുന്നു. ആൻഡ് വെൽ പ്ലേഡ് ഫ്രം ഡിഫൻഡേഴ്സ്. ആ റൗണ്ട് നല്ലോണം തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഒരു 9th റൗണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്തായാലും നോക്കാം. എന്തായാലും എല്ലാവരും എ സൈഡിൽ എയിലോട്ടാണ് സ്റ്റാക്ക് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ. ഓക്കെ 3 പ്ലേയേഴ്സിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇൻഫോ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഫസ്റ്റ് തന്നെ സാപ്റ്ററിനെ പിക്ക് ചെയ്യുന്നു. C2 ട്രേഡ് എടുക്കുന്നു. സ്റ്റീവിനെ അവിടെ ഓക്കെ എന്തായാലും ഈകളുടെ പൊസിഷൻ എന്തായാലും റിവീൽ ആയിട്ടുണ്ട്. ഒരു സ്മോക്ക് വരുന്നു. 2 സൈഡിലും സ്മോക്കുകൾ വരുന്നു. എന്തായാലും അവര്
ബാക്ക് ഓഫ് ചെയ്യുവാണ്. ഓക്കെ, ഒരു അൾട്ട് വരുന്നു, റെഞ്ചിന്റെ ഒരു അൾട്ട്. സ്റ്റീവിന് ഒരു ടാഗ് കൊടുത്തു, പക്ഷെ ഒരു ടാഗ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സ്റ്റീവ് എന്തായാലും ഡെഡ് ആയിട്ടില്ല. എല്ലാവരും സീലേക്ക് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈഫർ എന്തായാലും എത്തിയിട്ടുണ്ട്, ഏകദേശം ഇൻഫോ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ. ഓക്കെ, ടീമേറ്റിനെ കൂടി എന്തായാലും അൾട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓ നൈസ് ഒരു പിക്ക് ആൻഡ് നല്ലൊരു ടാഗ് നമ്മുടെ ബ്രീച്ചിന് കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. ബ്രീച്ച് 1 ബുള്ളറ്റ് ആണ് എന്തായാലും. ഓക്കെ, നോയ്സ് നല്ലൊരു പൊസിഷൻ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുവായിരുന്നു. മായാവിനെ പിക്ക് ചെയ്തു. ഒരു 2v3 ആയിട്ടുണ്ട്. ഓക്കെ, ഒരു അൾട്ട്, ഒരു KJ അൾട്ട് അവിടെ എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് എന്തായാലും. ഓക്കെ, സ്റ്റീവ് അവിടെ റെഞ്ചിനെ പിക്ക് ചെയ്തു, അൾട്ടിലായിരുന്നു. 2v2 ആണ്, ടൈമില്ല. നോയ്സിനെ പിടിച്ചു, ഈകൾ ഒറ്റയ്ക്കാണ്. ഓ സ്റ്റീവിനോട് കറക്റ്റ് ഒരു ഹെഡ് കണ്ടു, ആ ഒരു ടൈമിൽ തന്നെ ചെയ്തു. നോക്കുകയാണെങ്കിൽ സ്റ്റീവ് ലീഡിങ് വിത്ത് 11 കിൽസ്, സാപ്റ്റർ വിത്ത് 8 കിൽസ് ആൻഡ് മായ വിത്ത് 7 കിൽസ്. പുറത്ത് നോക്കുകയാണെങ്കിൽ റഞ്ച് 6 കിൽസ്, നോയ്സി 6 കിൽസ്, ഈഗിൾ 5 കിൽസ് ആയിട്ട് നിൽക്കുകയാണ്. 2-7 എന്നാണ് ഇപ്പോൾ സ്കോർ നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം റെഡിയിട്ട് ഒരു ടൈം ഔട്ട് എന്തായാലും ഇതുവരെ വിളിച്ചിട്ടില്ല. ഒരു 2-7 എത്തി കിട്ടും. എന്തായാലും ടൈം ഔട്ട് ഇതുവരെ കോൾ ചെയ്തിട്ടില്ല, എന്താണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ വട്ടമൊക്കെ നോക്കുവാണെങ്കിൽ മാസ്റ്റേഡ് ഒക്കെ ടീം വന്നത് ടൈം ഔട്ടൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കുറച്ച് റൗണ്ട് പോയപ്പോൾ. ഓക്കെ, ഒരു പുഷ് ഇല്ല. ഓ നൈസ്, ഒരു പിക്ക് എടുക്കാൻ പറ്റി. എന്തായാലും സി സൈറ്റില് 2 പ്ലേയേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓ അവിടെ ഡിങ്ക് ആയിട്ടുണ്ട്. ഓ ഒരു നൈസ് ഒരു ഫ്ലാഷ്. ഒമനെ അവിടെ 1 HP ആക്കിയിട്ടുണ്ട്. ഓക്കെ, റഞ്ച് അവിടെ മെക്കാച്ചിനെ പിക്ക് ചെയ്യുന്ന ഒരു 1v3 ആയി. റഞ്ചിന്റെ കണ്ണ് കിട്ടിയിട്ടുണ്ട്. ഓ നൈസ് ഷോട്ട് ഉണ്ട് മായവി. എന്റെ സീറ്റ് 1 HP ആണ്. വെൽ പ്ലേഡ്. റഞ്ച് അവിടെ ആ റൗണ്ട് പിടിച്ചു കൊടുക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നിന്ന പ്ലേയേഴ്സ് എന്തായാലും മാക്സിമം അവരുടെ ഒരു എന്തുവാ എല്ലാം ചെയ്തു. അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ ഒരു കാര്യം അവർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്ന അത്ര പ്ലേയേഴ്സിനെ അവിടെ ലോ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റഞ്ചിന് കുറച്ചുകൂടി ഈസി ആയി. അതേപോലെ തന്നെ ഗണ്ണും ഉണ്ടായിരുന്നു. കറക്റ്റ് ഈഗിളിന്റെ ഗണ്ണ് അവിടെ റഞ്ചിന് കിട്ടി. അതുകൊണ്ട് തന്നെ ഈഗിളിന്റെ ഗണ്ണെടുത്തിട്ട് കറക്റ്റായിട്ട് ആ റൗണ്ട് നമ്മുടെ ഡിഫൻഡേഴ്സ് സൈഡിനോട് പിടിച്ചു കൊടുക്കുന്നു. വെൽ പ്ലേഡ് ഫ്രം റഞ്ച്. നോക്കുവാണെങ്കിൽ അഗൈൻ അറ്റാക്ക് സി തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. ഈ റൗണ്ട് സി തന്നെ റഷ് ചെയ്യാണ് ഇത്. ഓക്കെ സി ആണെന്നുള്ള ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഫുഡ് സ്റ്റെപ്പ് എന്തായാലും കിട്ടുകയാണോ എന്തെല്ലാം. സൈഫർ ബാക്ക് ഓഫ് ചെയ്യുന്നുണ്ട് കുറച്ച്. ഓക്കെ ജെറ്റ് ഡാഷ് ചെയ്ത് വരുന്നു, ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ ആഫ്റ്ററിനെ അവിടെ പിക്ക് ചെയ്യുന്നു. മായാവിയോടെ റൈഡ് ചെയ്യുന്നു ആ ഒരു പിക്ക്. 4v4 ആണ്. ഓക്കെ പ്ലാന്റ് എന്തായാലും എടുക്കുന്നുണ്ട് മക്കാച്ചി. നമുക്കിവിടെ ബാക്ക് സ്റ്റാബിനായിട്ടുള്ള സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. മക്കാച്ചി ഡയറക്റ്റ് അടിച്ച് കയറുമായിരുന്നു. ഓക്കെ ഓ 2 സൈഡിൽ ഓരോ പിക്കുകൾ വെച്ച് ട്രേഡ് ആവുന്നു. മായാവി ഈഗിളിനെ പിക്ക് ചെയ്യുന്നു. ഓക്കെ റഞ്ചോടെ നൈസ് ഒരു പിക്ക്. ഓക്കെ ഒരു 1v2 ആയിട്ടുണ്ട്. മക്കാച്ചി ലാസ്റ്റ് ഗൈ റിമൈനിങ്. മക്കാച്ചി ഒരു പിക്ക് എടുക്കുന്നു. രണ്ടുപേരും ഏകദേശം ഒരേ ഒരു റഞ്ച് ഒരു 1v1 വന്നതിൽ റഞ്ച് അവിടെ ഒരു ഡോമിനേഷൻ കാണിക്കുന്നു. മക്കാച്ചിനെ പിക്ക് ചെയ്തുകൊണ്ട് ഒരു 4-7 എന്നോ അങ്ങനെ സ്കോർ എത്തുന്നു. വെൽ പ്ലേഡ്. ലാസ്റ്റ് 2 റൗണ്ട് നമ്മുടെ ഡിഫൻഡിങ് ടീം നന്നായിട്ട് തന്നെ കളിച്ചു എന്ന് പറയണം. അതേപോലെ തന്നെ ബാക്ക് സ്റ്റാബ് ഒന്നും വെച്ചിട്ടില്ല. പക്ഷെ ബാക്ക് സ്റ്റാബ് ഡോർ തുറന്നാണ് വന്നത്. ബട്ട് സ്റ്റിൽ ആ ഒരു ബാക്ക് സ്റ്റാബ് ഒന്നൊരു പിക്ക് ഫസ്റ്റ് തന്നെ എടുക്കുന്നുണ്ടായിരുന്നു. അതൊരു 2 പിക്ക് എടുക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന്. ആ ഡോർസിൽ നിന്ന് വന്ന ആള്. എന്തായാലും വെൽ പ്ലേഡ് ഫ്രം ഡിഫൻഡേഴ്സ്. ഓക്കെ ഈ ഒരു റൗണ്ട് എന്തായാലും അവർ കുറച്ച് അഗ്രസീവ് തന്നെ പോകാനാണ് ഡിഫൻഡേഴ്സ് നോക്കുന്നത്. ഏ സൈഡിന്റെ കൺട്രോൾ കൊടുക്കാണ്ട് ആദ്യം തന്നെ പുഷ് ചെയ്ത് നിൽക്കാനാണ് പ്ലാൻ എന്തായാലും. ഓക്കെ അതേപോലെ തന്നെ അറ്റാക്കേഴ്സ് ഒക്കെയാണ് എല്ലാ 5 പേരും ഏത് തന്നെ പുഷ് ചെയ്ത് വരാനായിട്ടാണ് അവർ നിൽക്കുന്നത്. സോ ഓയ്യോ ഒരു വിസ്ഫോടം വന്നു. സാപ്റ്ററോടെ 2 പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യുന്നു. നോക്കുവാണെങ്കിൽ സാപ്റ്ററോടെ 1 HP ആണ്. ബാക്കി എല്ലാ പ്ലേയേഴ്സും അത്യാവശ്യം ഓക്കെ ഏതന്നെ കയറാൻ തന്നെയാണ് പ്ലാൻ. ഏതെന്നുള്ള പിക്ക് 2 പിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. സോ ഏതന്നെ കയറാൻ തന്നെയാണ് പ്ലാൻ. ഓക്കെ ഒരു ബാക്ക് സ്റ്റാബ് സീറ്റോടെ റഞ്ചിനെ പിക്ക് ചെയ്യുന്നു. നോക്കുവാണെങ്കിൽ 2v5 ആണ്. ഓക്കെ ടർട്ട് എന്തായാലും ബാക്ക് സ്റ്റാബിനെ എന്തായാലും കണ്ടിട്ടുണ്ട്. മായാവി എന്തായാലും ഫ്ലാഷ്.
ഫ്ലാഷ് ഹോൾഡ് ചെയ്യുന്നു. നോയ്സിയുടെ മായാവി പിക്ക് ചെയ്തിട്ടുണ്ട്. നോയ്സിയുടെ അവർ പിക്ക് കൂടെ എടുക്കുന്നു. ഓക്കെ, ഒരു ഡുവൽ പിക്ക് വരുന്നുണ്ടോ? നൈസ് ഡുവൽ പിക്ക് വരുന്നുണ്ട്. ആൻഡ് 4 ആയിട്ട് നാട്ടുണ്ട് നോക്കുവാണെങ്കിൽ സ്കോർ വെൽ പ്ലേഡ്. രണ്ട് ടീമും രണ്ട് ടീമിനും കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ഫസ്റ്റ് ഹാഫ് തന്നെ എന്തായാലും വരുന്നുണ്ട്. നമുക്ക് എന്തായാലും സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴത്തേക്ക് പിസ്റ്റൽ റൗണ്ട് ആരും ഫേവർ ചെയ്യുന്നത് എന്തായാലും നോക്കാം. ടെക് പോസ് എന്ന് പറയുന്നുണ്ട്. അവർക്ക് പോസ് ചെയ്തൂടെ? അവർ പോസ് ചെയ്തടാ, ഒന്ന് പോസ് കൊടുത്തടാ. പോസ് ചെയ്താരും ഞാൻ പോസ് ചെയ്തിട്ടുണ്ട്. ഇല്ല, എന്നിട്ട് ആര് രണ്ടുപേര് റീകണക്ട് ആയോ? ബ്ലാക്ക് ബ്രോയും നോയ്സിയും. അക്കൗണ്ടിൽ ആരെയും കയറിയതാണ്. ആയിരുന്നേ കൺഫ്യൂഷൻ തീർക്കണമേ. കമന്ററി വരെ ഒരാളെത്തി. എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. പിന്നെ അപ്പൊ കമന്ററി പറയണം. സ്ക്രീൻ ഷെയർ ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഇട്ടുതരാം. സർക്കനോടെ പോയി. ഉണ്ട്. നീയും സർക്കണ്ണും കൂടി ആണ് കമന്ററി പറയേണ്ടത്. എന്തായാലും ചുമ്മാ ചാറ്റിൽ ആവശ്യമില്ലാതെ കമ്പാരിസൺ നടത്തുന്നത്. കമ്പാരിസൺ ചെയ്യുന്നവരെയൊക്കെ എടുത്ത് കിണ്ടിക്കള സ്പോട്ടിന് ടൈം കൊണ്ട് കൊടുത്തോ. കമ്പാരിസൺ ചെയ്യാനായിട്ട് നമ്മളുണ്ട്. നമുക്കാണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്തോളാം. നിങ്ങൾ കളി കണ്ടാൽ മതി. ഇതിന്റെ കമ്പയർ ചെയ്യാൻ വന്നിരിക്കുന്നു. വേറെ ആർക്കും കുഴപ്പമില്ല. കുറച്ച് 5-6 മാത്രമേ കമ്പയർ ചെയ്യാൻ വന്നിരിപ്പുള്ളൂ ഇവിടെ. നിങ്ങളെ ഇഷ്ടപ്പെട്ട ടീമിന്റെ പേരിടൂ. അതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾ ഇഷ്ടം സപ്പോർട്ട് ചെയ്തു. അവര് ബാക്കിയുള്ളവരെ പറ്റിയിരുന്ന് ഏറ്റവും ഉണ്ടായിക്കൊണ്ടിരിക്കണ്ട ഇവിടെ. ഓപ്പോസിറ്റ് ഉള്ളവരെ കുറ്റം പറയലില്ല, ടീം സപ്പോർട്ട്. ടീമിന്റെ പേരെന്തൊക്കെയാ? ടീം ഡ്രീമർ അറ്റാക്ക് ചെയ്യുന്ന ടീം റഞ്ചികളൊക്കെ ഉള്ള ഡ്രീമറുടെ ടീം, അപ്പുറത്തുള്ള മിന്നിയുടെ ടീം. ഇത് കളി തമാശ കെട്ട കമന്ററി ചിരിക്കുന്നതായിരുന്നു. ബ്ലൈൻഡ് ഇൻവിറ്റേഷണൽ ടൂർണമെന്റിന്റെ ഡേ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇതപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ടീം മെന്നിയുടെയും ടീം ഡ്രീമറിന്റെയും നല്ലൊരു ലോട്ടസ് അഥവാ ആമ്പൽ മാപ്പിലെ ആമ്പളങ്ങളെ മാപ്പാണ്, മാച്ചാണ്. ഇന്നെന്താ നമുക്ക് നോക്കാം. എന്തൊക്കെയാടാ പറയുന്നത്? ഒരുപാട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് തുറക്കണേ. മെന്നി അറിയിപ്പോ പയ്യ വന്നിരിക്കുന്നുണ്ട്. സൗണ്ട് മാറ്റി. മറ്റേ ഓസ്ലറിന് മറ്റേ മെഷീൻ വെച്ച് സംസാരിക്കുന്ന സൗണ്ടല്ലേ? സാപ്റ്റർ റെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പുറത്തെ ടീം റെഡി പറഞ്ഞിട്ടില്ല ഇതുവരെ. ഡിഫൻസ് സൈഡാണ് റെഡി ആവേണ്ടത്. എന്താണ് പിങ്ങിഷ് ആണ്? ഡിഫൻസ് സൈഡിൽ ആരും അടിച്ചു പോയോണ്ടുള്ള ഒരു കാത്തിരിപ്പാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. റെഡി പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും പറഞ്ഞില്ലേ? ബോത്ത് ടീംസ് പറഞ്ഞോ? ഓക്കേ, രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്റ്റാർട്ടിങ്. ഓക്കേ, 3 2 1 0. ലോട്ടസ് ആമ്പൽ താമരല്ലേ അത്? ഇവര് ആമ്പലായിട്ടായി തോന്നുന്നത്. ലോട്ടസ് മാപ്പിലെ യുദ്ധം ആരംഭിക്കുകയായി. അപ്പൊ നമുക്ക് പിസ്റ്റൽ റൗണ്ട് ആരുടെ ഫേവറിലോട്ട് പോകും നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, എന്തായാലും എ സൈഡിലേക്കാണ് അപ്പൊ എന്തായാലും എൻട്രി പോകുന്നത്. ഓമൻ മാത്രമുള്ള എ സൈഡിൽ എന്തായാലും എ സൈഡിലേക്ക് തന്നെയാണ് അടിച്ചു കയറുന്നത്. 5 പ്ലേയേഴ്സും 5 എ സൈഡിലേക്ക് അടിച്ചു കയറുകയാണ്. ഒക്കെ ഡോർസ് ഓപ്പൺ ചെയ്യുന്നു. എല്ലാവരും നേരെ സൈഡിലേക്ക് പോകുന്നു. സൈഫറിന്റെ ട്രാപ്സ് ഉള്ളത് എന്തായാലും ബാക്ക് സ്റ്റാബിന്റെ കാര്യം അവർക്ക് പറയേണ്ട ആവശ്യമില്ല. സൈഫർ എന്തായാലും സ്റ്റിൽ ബാക്ക് സ്റ്റാബ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. തന്നെ എന്തായാലും ഉണ്ട്. നോക്കിയ പ്ലാന്റ് എന്തായാലും പ്ലാന്റ് നോയ്സിയോടെ പ്ലാന്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു പ്രോപ്പർ റീടേക്ക്. ഓ, ഫസ്റ്റ് പിക്ക് നൈസ്. ഫസ്റ്റ് പിക്ക്. ഓക്കെ, സെക്കൻഡ് പിക്ക്, തേർഡ്. ഓ, റൂഡിന്റെ നൈസ് ഒരു 4K.
നമ്മുടെ റൂഡ് ടീം ഡ്രീമറിന് വേണ്ടി ഇനി ഞാൻ അടിച്ചോളാണെന്ന് പറഞ്ഞുകൊണ്ട് റൂഡ് അങ്ങ് ഫോം ആയിട്ടുണ്ട്. ഒരു എയ്സ് എടുത്തോണ്ട് തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു പിസ്റ്റൾ റൗണ്ട് അവർക്ക് പിടിച്ചു കൊടുക്കുന്നു. ഇവിടെ വെൽ പ്ലേഡ്. അതെ, റൂഡിന് കുറച്ച് ഇനി കുറച്ച് റൂഡാകുമ്പോ വേണമെന്നാണ് പറയുന്നത്. ഇത്ര നേരം ഞാൻ തണുത്ത് നിന്ന് ഇനി എനിക്ക് പറ്റത്തില്ല, എന്റെ ടീമിന് വേണ്ടി ഞാൻ കുറച്ച് റൂഡാകണം, നിങ്ങൾക്കൊന്നും തോന്നരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിടിൽ ഐസ് അടിച്ചുകൊണ്ട് തന്നെ റൂഡ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഈ ഒരു റൗണ്ട് കൂടി ഈ ഒരു റൗണ്ട് എന്തായാലും അവർക്ക് ഒരു ഫേവർ ആയിരുന്ന റൗണ്ട് തന്നെയാണ്. സോ ഇത് റിവീൽ വരുന്നു. ഈഗിൾ അവിടെ മാക്കാച്ചിനെ പിക്ക് ചെയ്യുന്നു. ആൻഡ് ഒരു സീസൈറ്റ് എന്തായാലും ഫ്രീ ആയിട്ടുണ്ട്. സോ അവര് എൻട്രി എടുക്കുവാണ്. ഓക്കെ, സാച്ചലിന്ന് പോവാൻ വന്ന ബ്ലാക്കി ബ്രോ ഏത് റൈസിനെ നമ്മുടെ ഈഗിൾ അവിടെ തടഞ്ഞു നിർത്തുന്നു. ഞാൻ പോയിട്ട് മതി നീ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സ്മോക്സിൽ എന്തായാലും സ്പാം ചെയ്യുന്നുണ്ട് നമ്മുടെ ഡിഫൻഡർ ടീം. ഓക്കെ, എന്തായാലും ഷെർഫ്സ് ഒക്കെ ഉണ്ട് കയ്യിൽ. എന്തായാലും ഷെർഫ്സ് വെച്ച് എന്തായാലും നടക്കുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു നേട് വരുന്നു. ഓക്കെ, ഡെവിലേസ് അവിടെ സാമ്പിളിനെ പിക്ക് ചെയ്യുന്നു. ഡെവിലേസ് അവിടെ എസീട്ടോനെ പിക്ക് ചെയ്യുന്നു. ആൻഡ് ബാക്കി രണ്ട് റിമൈനിങ് പ്ലേയേഴ്സിന് ഓക്കെ ഓക്കെ 2 പ്ലേയേഴ്സിനെയും അവിടെ പിക്ക് ചെയ്യുന്നു. സ്റ്റീവിനെ അവിടെ റെഞ്ചിനെ പിക്ക് കിട്ടുന്നു. ബാക്കി 2 പ്ലേയേഴ്സിനെ അവിടെ ട്രേഡ് ചെയ്യുന്നു. ആൻഡ് റൗണ്ട് ഗോസ് ഇൻ ഫേവർ ഓഫ് ടീം അറ്റാക്കേഴ്സ്. ഓക്കെ, അപ്പം സ്കോർ ബോർഡ് നോക്കുവാണെങ്കിൽ രണ്ട് സൈഡിലും ഏകദേശം രണ്ട് ടീം നല്ലോണം തന്നെ കളിക്കുന്നു. എല്ലാവർക്കും ഏകദേശം അത്യാവശ്യം നല്ല തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ ഓണാക്കിയിട്ടില്ലല്ലോ, അതെങ്ങനെ ഓണായത്? അല്ലല്ല അത് അല്ലല്ല സ്പെക്ക് ചെയ്യുന്ന ആളെ ഇട്ടിരിക്കുന്ന ഇപ്പൊ ലോങ് വീൽ വരുമ്പോ ആ ലൈൻ വരുന്നതിൽ കുഴപ്പമില്ല. ഓക്കെ, സി എന്തായാലും ഓക്കെ 2 പ്ലേയേഴ്സ് വാട്ടർഫാളിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ ബാക്കി 3 പ്ലേയേഴ്സ് ബാക്ക് സ്റ്റാബ് വരുവാണ്. ഓക്കെ, എന്തായാലും കറന്റ് എന്തായാലും പ്ലാന്റ് കിട്ടിയിട്ടില്ല. സാപ്റ്ററോടെ ഒരു പിക്ക് എടുക്കുന്നു. സാപ്റ്ററിനോടെ തിരിച്ചെടുക്കുന്നു. ഈഗിളോടെ സ്റ്റീവിനെ പിക്ക് ചെയ്യുന്നു. മക്കാച്ചി എടുക്കുന്നു. ഓക്കെ, ഒരു 2v3 ആണ്. ഓക്കെ, റഞ്ച് 1 more നൈസ് പിക്ക്. ആൻഡ് സീട്ടോടെ ഈഗിളിനെ പിക്ക് ചെയ്യുന്നു. സീട്ടും അവിടെ റഞ്ചിനെ പിക്ക് ചെയ്യുന്നു. വീട്ടു അവിടെ ഒരു 1v3 എടുത്തോണ്ട് ആ റൗണ്ട് പിടിച്ചു കൊടുക്കുന്നു. ആക്ച്വലി ആ റൗണ്ട് ഓൾമോസ്റ്റ് കയ്യിൽ കിട്ടി എന്ന് വിചാരിച്ച ഒരു റൗണ്ടിന് അവിടെ വീട്ടു അവിടെ ക്ലച്ച് ചെയ്ത് കൊടുക്കുന്നു. അവിടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചെന്ന് മാസം കാണിക്കുന്ന ആള് ക്ലച്ച് ചെയ്തിട്ട് എന്തായാലും ഒരു കിടിലൻ ക്ലച്ച് എന്ന് തന്നെ എന്തായാലും പറയണം. ഒന്നും പറയാനില്ല, അത് ഒട്ടും എക്സ്പെക്ട് ചെയ്ത് കാണൂല. കാരണം ഒരു 3 പേര് എന്തായാലും ഇരിക്കുമ്പോൾ എന്തെങ്കിലും ആ ഒരു പൊസിഷൻ അറിഞ്ഞതിന് ശേഷം ക്ലച്ച് ചെയ്യാൻ പറ്റുമെന്ന് എന്തായാലും വിചാരിച്ച് കാണത്തില്ല. എന്തായാലും വെൽ പ്ലേഡ് ഫ്രം AGR C2. വെൽ പ്ലേഡ്. ഓക്കെ, രണ്ട് സൈഡിൽ എന്തായാലും ഈ റൗണ്ട് എന്തായാലും ഒരു പ്രോപ്പർ വൈ തന്നെയാണ്. ഓൾമോസ്റ്റ് 2 സ്പെക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഡിഫൻഡേഴ്സിന്റെ സൈഡ് നോക്കാൻ 2 സ്പെക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു പ്രോപ്പർ വൈ തന്നെയാണ്. ഓക്കെ, അവിടെ സോവയുടെ ഷോക്ക് ഡാർട്ട് ഇട്ട് അവിടത്തെ ഒരു മുട്ട പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. സലാമോട്ട് സ്റ്റിൽ റിമൈൻ ചെയ്യുന്നു. ഓക്കെ, സാച്ചറി സൈഡിലേക്ക് കയറി. ഓക്കെ, മക്കാച്ചോട്ട് ഫസ്റ്റ് പിക്ക് എടുക്കുന്നു. ഈഗിളിനെ പിക്ക് ചെയ്യുന്നു. നോയ്സി തിരിച്ചവിടെ ട്രൈഡ് ചെയ്യുന്നു. സാപ്റ്റർ നോയ്സിനെ പിക്ക് ചെയ്യുന്നു. 2 പ്ലേയേഴ്സ് റിമൈനിങ് റഞ്ച് ആൻഡ്. ഓക്കെ, സ്പെക്ടറെ കൊണ്ട് ഓടി അടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതാണ് ഒരു കുഴപ്പം. ഓക്കെ, ലാസ്റ്റ് പ്ലെയർ റിമൈനിങ് എന്ന് പറയുന്നത് റൂഡാണ്. ക്യാൻ റൂഡ് ഡു സംതിങ് എന്താ നോക്കി. ഒരു ക്ലച്ച് തിരിച്ചൊരു ക്ലച്ച് പറ്റുമോ? ഇല്ല, ഒരു ഫ്ലാഷോ കൺഗ്രസോ എന്തൊക്കെ വരുന്നുണ്ട്. പെട്ടു. ഒരു വിക്ക് എടുക്കുന്നു. ഇല്ല ഒരു വിക്ക് എടുക്കുന്നു. സീട്ട് പറയുന്നു ഇല്ല ഞാൻ ക്ലച്ച് ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും വിക്ക് ചെയ്യുന്നു. ഒരു പോസ് എന്തായാലും വിളിക്കുന്നു. ഒരു പോസ് ഞാൻ തന്നെ പോസ് ചെയ്യാം, വേറെ ആരും ഇല്ലാത്തതുകൊണ്ട്. നല്ല പോസ് ചെയ്തിട്ടുണ്ട്. 6-10 എന്ന സ്കോറിൽ നിൽക്കെ ഒരു പോസ് 10 കൊടുക്കുക. കറണ്ട് പോയെന്നാണ് കോൾ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ്
കളി തിരിച്ചു തുടങ്ങിയോ? കളി തുടങ്ങിയിരുന്നോ? വേണമെങ്കിൽ അക്കൗണ്ടിൽ മെന്നി കയറേണ്ടി വരും എന്നുള്ളതാണുള്ള ഓപ്ഷൻ. വേറെ വഴിയില്ല. അല്ലെങ്കിൽ വേറെ പ്ലെയർ കയറണം. ആണോ 5 മിനിറ്റ് അക്കൗണ്ടിൽ വേറെ കളിപ്പിക്കൂലല്ലോ. അല്ല, സെയിം ടീമിലുള്ള ഒരു സബിന് കയറാം. മനസ്സിലായില്ലേ? അങ്ങനെ അവൻ എന്താണ് കളിക്കാൻ? എന്താണ് അവൻ റൈന. അല്ല അവൻ എന്തോ കളിക്കണേ? റൈന അല്ലേ ആരാ പോയ സ്റ്റീവാണോ? ഞാൻ യാതൊരു കാര്യമില്ല അതില്. പിന്നെ ടീമിലെ വേറെ പിന്നെ ഡൂക്കുവാനും പിന്നെ ആരാണ് ഒരാള് അവൻ ഉണ്ടാന്ന് തന്നെ അറിഞ്ഞൂടാ. എന്നാലും വെയിറ്റ് ചെയ്യും. അല്ല, മെന്നിയും ഡൂക്കാനും കൂടെ അല്ലേ ഉള്ളൂ. ബാക്കി 5 ദിവസം ഉള്ളൂ. ബാക്കി 5 കളിക്കുക. അതൊക്കെ നോക്കാം. എന്തായാലും കുറച്ച് ടൈം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സാപ്റ്ററിന് ഇറക്ക്, എന്നിട്ട് CV കയറാൻ പറ. ഞാൻ സാപ്റ്ററിൽ കയറാം. റൈന പിന്നെ കളിക്കാറുണ്ടൂടെ? കളിക്കറിഞ്ഞൂടാ. ഞാൻ എപ്പോഴും റെയിൻ കളിക്കണം. നീ ആരെങ്കിലും പറഞ്ഞ ചാലഞ്ചിന് എടുത്തല്ല നീ കണ്ടിട്ടുണ്ടോ? അല്ല, എന്നാലും കളിക്കാനൊക്കെ അറിയാലോ. റെയിന പിന്നെ കളിക്കാനൊക്കെ അറിയാം. അതൊരു വാൻഡൽ എയിം ബേസ്ഡ് ഹീറോ അല്ലെങ്കിൽ ഫാൻഡം കളിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഞാൻ ഓപ്പിയാണ്. എനിക്ക് അതല്ല ഇവിടുത്തെ ടോപ്പിക്ക് 4 പേര് വെച്ച് കളിക്കണോ 5 പേര് വെച്ച് കളിക്കണോ? അങ്ങനെ 5 പേരെ വെച്ച് തന്നെ കളിക്കുകയും ചെയ്യും. സ്റ്റീവ് വരും. വെയിറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. അതാണെങ്കിൽ ഒരേ 5 മിനിറ്റ് കൂടുതൽ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കമ്മിറ്റിക്ക് മാക്സിമം 5 മിനിറ്റ് ആണ് ടൈം. തന്നെ അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ 1/2 മണിക്കൂർ കാത്തിരിക്കോ? കടു തീർക്കണ്ടേ? നാളെ എല്ലാരും കറണ്ട് പോയി പറഞ്ഞ 1 മണിക്കൂർ കാത്തിരിക്കാൻ പറഞ്ഞ ഇപ്പഴേ സംസാരിച്ചല്ലോ. സന്തോഷം. കണ്ണൻ ചേട്ടനെ ഡീൽ ചെയ്യാൻ വേണ്ടി വലിയ പാർട്ടി ലിസ്റ്റ് ഒക്കെ ചെയ്ത് ഇറങ്ങി ഓടി കേട്ടാ. ഇറങ്ങി കേട്ടാ. 5 മിനിറ്റ് കഴിഞ്ഞ ഫോർച്ച കളിക്കണം പറഞ്ഞിട്ട് ആള് ID പാസ്വേഡ് വാങ്ങിക്കാൻ പോയതാ. ഇല്ല, ഞാൻ ഇവിടെ ഉണ്ട്. വരുമായിരിക്കും. ID പാസ്വേഡ് സെറ്റ് ആക്കി വെച്ചോ. ടീം ഇക്സോയുടെ ഓണറായ മെന്നറ്റാംസിന്റെ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏതൊരു ഏജന്റിനും കൈവളയിൽ വഴങ്ങിയെടുക്കുന്ന എണ്ണയിട്ട് വഴക്കിയെടുക്കുന്ന മെനിയാണ്. മാച്ച് 16 റൗണ്ടുകൾ മുന്നിട്ട് നിൽക്കെ ഒരു പോസാണ് മറ്റേ കറണ്ടിന്റെ തകരാറുകൾ മൂലം. വന്നു കറണ്ട് എത്തിയിട്ടുണ്ടെന്നാ കറണ്ട് വന്നിട്ടുണ്ടെന്നാണ് സ്റ്റീവിന്റെ അവനെ KCB അങ്ങനെ ജോലി കളയണ്ട. വേണ്ട സീനില്ല പറഞ്ഞു വിട്ടുവിടും. വിളിച്ച് റെഡിയാക്കിയതായിരുന്നല്ല. റെഡിയാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ കോൾ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ടി മന്ത്രി വിളിച്ച മിന്നാണ്. ഇതിനുള്ള കഴിവ് മിന്നാണെന്ന് നോക്കിക്കോളേ. എടാ, ഞാൻ മന്ത്രി വിളിച്ചെന്ന് പറഞ്ഞില്ല. നീയാണ് പറഞ്ഞത്. എന്നെ കൊണ്ടു ബാബു KCB എന്നാ പറഞ്ഞത്. മിന്നാണം പോയാ ടീം മെന്നി വേഴ്സസ് ടീം ഡ്രീമർ അഥവാ CSK വേഴ്സസ് ഇക്സോ ഉള്ള ഒരു മാച്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം പോസ്റ്റ് മാറ്റുന്നതായിരിക്കും. കൊണക്കോൾ മെന്നിയുടെ കൊണക്കോൾ വർക്കാവുമോ? റെഡിയാണോ ചോദിച്ചോ. ഇല്ല, വരട്ടെ. ഡിസ്കണക്ട് ആയിട്ട് വന്നിട്ടില്ല. അത് കാണിക്കൂടെ. മിന്നിയെ കിട്ടിക്കളെ. മിന്നി ഇറങ്ങ. എന്നാ ലേഔട്ട് ഡ്രീമർ ടീം തെറ്റാണെന്ന് ശ്രദ്ധിച്ചില്ലല്ലോ. ഇപ്പാണോ പറയുന്നത്? എന്തിനാണ് തെറ്റോ? ലേഔട്ട് മുകളിലോട്ട് കിടക്കുകയാണെന്നല്ലേ? ഓക്കെ അത് സെറ്റാക്കി തരാം. Reconnected Steve. റെഡി കൊടുത്ത ഉടനെ നമ്മൾ ടീം മെന്നിയുടെ അഥവാ ടീം മെന്നറ്റാംസ് അല്ലെങ്കിൽ ടീം ഇക്സോന്റെ പോരാളിയായ സ്റ്റീവ് തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ ഓക്കെ, അപ്പം റെഡി ആണോ അല്ലയോ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. റെഡി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. രണ്ട് ടീം റെഡി പറഞ്ഞിട്ടുണ്ട്. സോ പോസ് നമ്മൾ മാറ്റുവാണ്. ഓക്കെ, അപ്പം ആരെ സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളല്ലേ ഫോളോ. ഓക്കെ, അപ്പൊ ഒരു ബി എക്സിക്യൂട്ട് ആണ് ഇത്തവണ നമ്മൾ അറ്റാക്ക് സൈഡിൽ നിന്ന് കാണുന്നത്. പുഷ് നോക്കി നമ്മുടെ സൈഫർ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, സ്റ്റീവ് സൈഫറിനെ പിക്ക് ചെയ്യുന്നു. സ്റ്റീവ് നമ്മുടെ റൂഡിനെ പിക്ക് ചെയ്യുന്നു.
ഓക്കെ മായാവിനെ അവിടെ നമ്മുടെ ഓക്കെ മായാവിനെ നമ്മളെ ബാക്കി എവിടെ റൈസ് പിക്ക് ചെയ്യുന്നു സ്റ്റീവ് നമ്മളെ ബാക്കി ഓക്കെ ഈഗിൾ അവിടെ 2 പിക്ക് എടുക്കുന്നു പക്ഷേ രക്ഷയില്ല മക്കാച്ചി ആ ഒരു ടൈമിൽ തന്നെ കറക്റ്റ് ജഡ്ജ് കൊണ്ടാണ് ആ ഒരു പിക്ക് ട്രേഡ് ചെയ്യുന്നു അതൊരു ഇക്കോ റൗണ്ട് ആയിരുന്നു നമ്മുടെ അറ്റാക്കേഴ്സിന്റെ സൈഡ് നോക്കുമായിരുന്നെങ്കിൽ ആൻഡ് റൗണ്ട് ഗോസ് ഇൻ ഫേവർ ഓഫ് ഡിഫൻഡേഴ്സ് ഒരു 2 more rounds ഫോർ ടീം മിനി 2 എന്താണ് ഈ ഒരു മാപ്പ് ജയിക്കാനായിട്ട് 2 more rounds കൂടി മതി അവർക്ക് പക്ഷേ നമ്മുടെ ഡ്രീമർ ടീമിന് നോക്കുവാണെങ്കിൽ ഇനി ഒരു കംബാക്ക് തന്നെ വേണം ഒരു 6 rounds 5 to 6 rounds എത്താലും ഒരു കംബാക്ക് കിട്ടത്തുള്ളൂ എന്തായാലും ഓക്കെ ഒരു നൈസ് ഒരു പിക്ക് സാപ്റ്ററിന്റെ ഓക്കെ സ്റ്റീവും സാപ്റ്ററും കൂടി ഇവിടെ താതെ അടിക്കുക നോയ്സ് ഇവിടെ മക്കാച്ചിനെ പിക്ക് ചെയ്യുന്നു ഓക്കെ ഒരു 2v3 ആണ് എന്തായാലും ഓക്കെ ഈഗിൾ അവിടെ സ്റ്റീവിനെ പിക്ക് ചെയ്യുന്നു പക്ഷേ മായാവി ആ ഒരു ടൈം ബാക്കി വന്നു ഒരു 1v2 നോയ്സിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഇനി ഇവിടെ കാണേണ്ടത് ക്യാൻ നോയ്സി ക്ലച്ച് ദ റൗണ്ട് ഓക്കെ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് സൈറ്റ് കളിക്കോ മീനിൽ കളിക്കോ ഈ ഒരു ആംഗിൾ എന്തായാലും ചെക്ക് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഒരു പുഷ് ഓക്കെ ലാസ്റ്റ് ഒരു ഫ്ലാഷ് വരും എന്തായാലും അയ്യോ നൈസ് പറ്റിയില്ല ആ ഒരു കൺഗ്രസ് വന്നതുകൊണ്ട് തന്നെ ഓക്കെ ആൻഡ് റൗണ്ട് ഗോസ് അഗൈൻ ഇൻ ഫേവർ ഓഫ് ടീം ഡിഫൻഡേഴ്സ് ടീം മെന്നി ആ റൗണ്ടും ജയിച്ചിരിക്കുകയാണ് എന്നൊരു സ്കോർ ബോർഡിലോട്ട് എത്തിയിരിക്കുകയാണ് മായ എന്തൊക്കെയാണോ കാണിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ജയിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസിന് പുറത്തുള്ള ഒരു ഇതായിരിക്കും കാണിക്കുന്നതൊക്കെ എന്തായാലും ഓക്കെ അപ്പം ഓക്കെ 6-12 ആയിട്ടുണ്ട് അപ്പൊ സ്കോർ നോക്കുകയാണെങ്കിൽ ഈ ഒരു റൗണ്ട് ഒരു മാച്ച് പോയിന്റിലാണ് നിൽക്കുന്നത് നമുക്ക് ഈ ഒരു റൗണ്ട് നമ്മുടെ 5 അൾട്ടുമായിട്ട് റെഡി ആയിട്ടാണ് നമ്മുടെ ഡിഫൻഡേഴ്സ് നിൽക്കുന്നത് ബ്രീച്ച് ആൾട്ട് കിൽജോയ് ആൾട്ട് റൈന ആൾട്ട് ഹോമൻ ആൾട്ട് ആൻഡ് ജെറ്റ് ആൾട്ട് 5 അൾട്ടുണ്ട് ഓക്കെ റഞ്ച് ഇവിടെ പിക്ക് ചെയ്യുന്നു ഓക്കെ റഞ്ചിനെ അവിടെ ഓപ്പറേറ്റർ വെച്ച് മാക്കാച്ചി ഇവിടെ പിക്ക് ചെയ്യുന്നു കാരണം ആ ഓപ്പറേറ്റർ പിക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്ത് കാണില്ല കാരണം ഇത്ര നേരം ഒരു ഓപ്പ് പ്ലേ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഓക്കെ ഒരു പിക്ക് എടുക്കുന്നു ആഫ്റ്റർ അവിടെ 2 പിക്ക് എടുക്കുന്നു തിരിച്ച് റീട്രേഡ് ചെയ്യുന്നു ഇനി 2v4 ആണ് അഗെയിൻ വരുന്നത് നോക്കുവാണെങ്കിൽ ഓക്കെ ഇതിപ്പോ കംപ്ലീറ്റ് ഓക്കെ ഒരു പിക്ക് എടുക്കുന്നു നൈസായിട്ട് പിക്ക് എടുക്കുന്നു ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു നൈസായിട്ട് നമ്മുടെ അറ്റാക്കർ ബി സൈഡിന്റെ പക്ഷെ സീൻ എന്തെന്നുണ്ടോ പ്ലാന്റ് കിടക്കുന്നത് ഇവരുടെ സ്പോണിലാണ് നമ്മുടെ അതെ സ്പോണിലാണ് അറ്റാക്കർ സ്പോണിലാണ് പ്ലാന്റ് കിടക്കുന്നത് 2 പ്ലേയേഴ്സ് എന്തായാലും എടുത്തിട്ടുണ്ട് ഓക്കെ ഒരു ബ്ലൈൻഡ് വന്നിട്ടുണ്ട് സ്റ്റീവിനെ പിക്ക് ചെയ്യുന്നു ഒരു 2v2 ആയി പക്ഷെ ഒരു അൾട്ട് ആ റൈറ്റ് ടൈമിൽ നമ്മുടെ മക്കാച്ചിന്റെ സൈഡിൽ നിന്ന് ഒരു അൾട്ട് വരുന്നു പക്ഷെ ഓക്കെ ഓക്കെ ഒരൊറ്റ സെക്കൻഡിന്റെ ഡിഫറൻസിൽ അല്ലായിരുന്നെങ്കിൽ അവിടെ ആ ഒരു ടൈമില് കറക്റ്റ് ആ ഒരു റൗണ്ട് പോയനെ കാരണം അല്ല അവിടെ അൾട്ടിൽ പെട്ടേനെ ആള് ഒമ്പൻ അൾട്ടിൽ പെടേണ്ടായിരുന്നു പക്ഷെ ആ ഒരു ടൈമിങ് അതെ സ്റ്റോക്ക് തള്ളി കറക്റ്റ് ആ ഒരു പിക്ക് എടുക്കുന്നു വെൽ പ്ലേഡ് റൂഡ് അവിടെ ഒരു നൈസ് ഒരു 4K എടുക്കുന്നുണ്ടായിരുന്നു ആ റൗണ്ട് റൂഡിന്റെ ഒരു 4K കൊണ്ട് മാത്രമാണ് ആ റൗണ്ട് കിട്ടിയത് വെൽ പ്ലേഡ് റൂട്ട് അത് ത്രോ അല്ല അവര് ത്രോ എന്ത് ത്രോ ചെയ്ത് അവര് കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്തല്ലേ അത് ത്രോ എന്ന് പറയാൻ പറ്റൂല അവര് കറക്റ്റ് ആയിട്ടാ കളിച്ചത് പക്ഷെ ആ ഒരു ജസ്റ്റ് ഒരു ടൈമിംഗ് ഡിഫറൻസ് പോയതാ ലൈക്ക് അത് ആ അൾട്ട് ഉപയോഗിച്ചിട്ട് അവര് ആ സ്മോക്കിൽ കൂടി പുഷ് ചെയ്ത് വന്ന് പിക്ക് എടുത്തതല്ലേ അത് ത്രോ അല്ല കറക്റ്റ് ഹോൾഡ് ചെയ്യല്ലേ അവര് ചെയ്താൽ ഓക്കെ എന്തായാലും ഫസ്റ്റ് പിക്ക് എന്തായാലും എടുത്തിട്ടുണ്ട് സെക്കൻഡ് പിക്ക് എടുക്കുന്നു സാപ്റ്ററിനെ പിക്ക് ചെയ്യുന്നു ഒരു കംബാക്കിലേക്കാണോ ആ റൗണ്ട് എത്രയും കഷ്ടപ്പെട്ട് ജയിച്ചിട്ട് ഇനി തോറ്റു കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല അതിനൊരു കംബാക്ക് എടുത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു മൈൻഡിലാണെന്ന് തോന്നുന്നു ഓക്കെ ഈഗിൾ അവിടെ മായാവിനെ പിക്ക് ചെയ്യുന്നു ഓക്കെ സ്റ്റീവ് അവിടെ ഔട്ട്ലോ ആയിട്ട് ഉണ്ട് ഓക്കെ അവിടെ
ഓക്കെ സ്റ്റീവ് അവിടെ ഒരു പിക്ക് എടുത്തു. ഈഗിൾ ആ പിക്ക് ട്രേഡ് ചെയ്തു. സ്റ്റീവിന്റെ പിക്ക് ട്രേഡ് ചെയ്യുന്നു. ലാസ്റ്റ് പ്ലെയർ റിമൈനിങ് C2 ഇവിടെ ഒരു പിസ്റ്റളായിട്ട് നിൽക്കുവാണ്. ഓക്കെ ഒരു ഹെഡ് ഷോട്ട് കണക്ട് ചെയ്യാൻ പറ്റിയെങ്കിലും പിസ്റ്റളായതുകൊണ്ട് തന്നെ കില്ല് ചെയ്താലും സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അറ്റാക്കേഴ്സ് 8 റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. 8 റൗണ്ട്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 4 more റൗണ്ട്സ് ഒരു OT-യിലേക്ക് എത്തിക്കാനായിട്ട് ഒരു 4 more റൗണ്ട്സ് അവർക്ക് വേണം. ക്യാൻഡിഡേറ്റ് പോയിട്ട് നമുക്ക് എന്തായാലും നോക്കാം. തള്ളി വരുന്ന ജീവനെ നീഡ് എറിയുമോ എന്തോ തള്ളി വരുന്നുണ്ടോ ഇല്ല. അവിടെ ഹോൾഡ് ചെയ്യണം സ്റ്റീവ്. ഓക്കെ എന്തായാലും എയിലേക്ക് 4 പ്ലേയേഴ്സ് എന്തായാലും കയറുന്നുണ്ട്. റൂഡ് മാത്രം അത് സ്പെക്ക് ചെയ്യാൻ അറിയണം. അത് പെർഫെക്റ്റ്. ഓക്കെ ഫേക്ക് ചെയ്യുന്നത് പോലെ കാണിച്ച് 4 ഹോൾഡ് ചെയ്ത് തന്നെ നിപ്പുണ്ട്. ഇതിലേക്ക് ഒരു സൗണ്ട് ഉണ്ടാക്കുന്നു. ഓക്കെ പക്ഷെ ആരും തന്നെ എ സൈറ്റിൽ ഇല്ല. പക്ഷേ ഒരു ഇല്ലെന്നല്ല, എ സൈറ്റിൽ നമ്മുടെ അൾട്ടിൽ എന്തായാലും പെട്ടിട്ടില്ല. ഓക്കെ സ്റ്റീവിനെ അവിടെ പിക്ക് ചെയ്യുന്നു. 4 HP ആക്കിയിട്ടുണ്ട് നമ്മുടെ ഡെവിൾ ഐസിനെ. പേര് പ്രശ്നം റൈസ് എന്നാണ് പേര്. ഇടയ്ക്ക് പേര് പറയാൻ തീർന്നു വിചാരിക്കുന്നത്. ഒരു 4v5 റീടേക്കാണ്. പക്ഷെ ഒരു ബ്രീച്ചിന് ഒരു അൾട്ടി ഉണ്ട്. ഒരു ബ്രീച്ച് അൾട്ടി ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഒക്കെ ഒരു അൾട്ട് വരുന്നു. പക്ഷെ 2 പ്ലേയേഴ്സ് ഓക്കെ ഡെവിലേഷനോടെ പിക്ക് ചെയ്യുന്നു. മക്കാച്ചിനോടെ പിക്ക് ചെയ്യുന്നു. സാപ്റ്ററിനെ പിക്ക് ചെയ്യുന്നു. 2v C2 പിക്ക് ചെയ്യുന്നു. C2നെ പിക്ക് ചെയ്യുന്നു. ആ ഒരു ഫ്ലാഷ് ഒന്നു ഫ്ലാഷിലിട്ട് ഓപ്പോസിറ്റ് ആയിട്ടൊരു ബ്ലൈൻഡ് വരുന്നു. ഓക്കെ മായയുടെ ഒരു പിക്ക് എടുക്കുന്നത് 1v2 ആണ്. ഓ നൈസ് ഒരു ട്രൈ ആയിരുന്നു മായയുടെ. വെൽ പ്ലേഡ് ഫ്രം അറ്റാക്കേഴ്സ്. അങ്ങനെ ഒരു 3 റൗണ്ട് കൂടി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അറ്റാക്കേഴ്സിന് OT-യിലേക്ക് എത്താം. ഓക്കെ ഒരു ടൈം ഔട്ട് വന്നിട്ടുണ്ട്. അതാണ് ഡിഫൻഡേഴ്സ് സൈഡിൽ നിന്ന്. ഇനി അവരെ വിട്ടുകൊടുത്താൽ പറ്റത്തില്ല. ഇവിടെ വെച്ച് പിടിച്ച് നിർത്തണം എന്ന് പറഞ്ഞൊരു പ്ലാൻ, ഒരു പ്രോപ്പർ പ്ലാൻ നമുക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഡിഫൻഡേഴ്സ് സൈഡിൽ നിന്ന് ഒരു ടെക് പോസ് വന്നിട്ടുണ്ട്. ഒരു ടാക്ടിക്കൽ പോസ് വന്നിട്ടുണ്ട്. ഓക്കെ എന്തായാലും നമുക്ക് ഈ റൗണ്ട് കഴിഞ്ഞിട്ട് നോക്കാം. ഈ ഒരു പോസ് എന്തായാലും കൊണ്ട് എന്തെങ്കിലും ചേഞ്ച് നമ്മുടെ ഡിഫൻഡേഴ്സിൽ വരാൻ പറ്റുമോ, അതോ സ്റ്റിൽ നമ്മുടെ അറ്റാക്കേഴ്സ് ഇപ്പം നിൽക്കുന്ന ആ ഒരു ഫോം മെയിൻറ്റെയിൻ ചെയ്തു ബാക്കി ഒരു 3 റൗണ്ട് കൂടി പിടിച്ച് OT-യിലേക്ക് എത്തിക്കുമെന്ന് നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പോൾ സ്കോർ ബോർഡ് നോക്കുവാണെങ്കിൽ അറ്റാക്കിംഗ് സൈഡിൽ നമ്മുടെ റൂഡാണ് ടോപ്പ് റാങ്ക് ചെയ്യുന്നത് വിത്ത് 19 kills, റജ് വിത്ത് 14 kills, നോയ്സി വിത്ത് 14 kills, ഈഗിൾ വിത്ത് 14 kills ആൻഡ് അയോഡി റൈസ് വിത്ത് 13 kills. ഡിഫൻസ് സൈഡ് നോക്കുവാണെങ്കിൽ സാപ്റ്റർ വിത്ത് 18 kills, സ്റ്റീവ് വിത്ത് 17 kills, മായ വിത്ത് 17 kills, വക്കാച്ചി വിത്ത് 15 kills ആൻഡ് C2 വിത്ത് 11 kills. 2 ടീമും നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഫ്രാഗ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ആൻഡ് ചെയ്യാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ അവരെല്ലാം A ആണ് പോകുന്നത്. ഓക്കെ ഒരു ബാക്ക് സ്റ്റാബ്. ഓക്കെ ഫുൾ ബാക്ക് സ്റ്റാബ്. പക്ഷേ അവിടെ കമ്പി ക്യാമറ മുതലായ എല്ലാ വസ്തുക്കളും അവിടെ. ബാക്ക് സ്റ്റാബ് കംപ്ലീറ്റ്ലി നോക്കുകയാണെങ്കിൽ ബാക്ക് സ്റ്റാബിനായിട്ടുള്ള എല്ലാ യൂട്ടിൽസും ബാക്ക് സ്റ്റാബിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. B പുഷ്, C പുഷ്, ക്യാമറ എല്ലാം നോക്കാനായിട്ട് എല്ലാ സാധനങ്ങളുണ്ട്. എക്സ്ട്രാപ്പ് എന്തായാലും പഠിച്ചിട്ടുണ്ട്. അവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും ഇത് ബാക്ക് സ്റ്റാബ് ആണ് വരുന്നത്. ഓക്കെ അതെ 5 പേരും ബാക്ക് സ്റ്റാബിലാണ് വരുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു ഐഡിയ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും. ഓക്കെ ഇവിടെ എന്തായാലും ഇൻഫോ കിട്ടിയിട്ടുണ്ട്.
ആയിരുന്നു. പക്ഷെ എസ്റ്റിലൊരു പിക്ക് എടുക്കുന്നു. ഓക്കെ, നോയ്സോടെ ഒരു പിക്ക് എടുക്കുന്നു. ഒരു ലാസ്റ്റ് പ്ലെയർ റിമൈനിങ് സീട്ടും ആണ്. ഓക്കെ, സീട്ട്. ഓ, അവിടെ കത്തിയെടുത്തു. കത്തിയെടുത്തത് ഇഫായിട്ട് കത്തിയെടുത്താണെന്ന് തോന്നുന്നു. ആ, അതെ. ആമത്തൂർന്നാണോ ശ്രദ്ധിച്ചില്ല ഞാൻ. എന്തായാലും ആ റൗണ്ട് നമ്മുടെ അറ്റാക്കേഴ്സിന്റെ ഫേവറിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. കംബാക്ക് ആണോ ഗൈസ്? കംബാക്ക് ആണോ എന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. 10-12 ആയിട്ടുണ്ട്. സത്യം പറഞ്ഞ എന്റെ തൊണ്ട കുറച്ച് അണഞ്ഞു ഗൈസ്, സത്യം പറഞ്ഞ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് നിർത്തി സംസാരിക്കുന്നത്. അല്ലാതെ എനർജി പോയിട്ടല്ല, തൊണ്ട ഇച്ചിരി സീനായി. നമ്മള് 10-12 എന്നുള്ള റൗണ്ടിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. Again attackers എയിലോട്ടൊരു പുഷ് ആണെന്ന്. യെസ്, ഒരു സൈലന്റ് ഏലത്തേക്കുള്ള ഒരു ഫുൾ റഷ് ആണ്. ക്രോസ് റിവീൽ ചെയ്തിട്ടുണ്ട്. കാര്യമില്ല. ചാപ്റ്റർ റൊട്ടേറ്റ് ചെയ്ത് എയിലേക്ക് എത്തുന്നുണ്ട് തിരിച്ച്. ഓക്കെ, 5 പേരും ഓക്കെ ട്രീ വഴി കയറാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. അല്ല, 2 പേര് ഒരു ബ്ലൈൻഡ് വന്നിട്ടുണ്ട്. ഓമൻ ഒരു സൈഡിലേക്ക് കയറുവാണ്. ടൈമിംഗ്. ഓയ്യോ, ടൈമിംഗ് പാളി. സ്റ്റീവിന്റെ ടൈമിംഗ് പാളി. അൾട്ടിയുടെ ടൈമിംഗ്. പക്ഷെ സാപ്റ്റർ അവിടെ 2 പിക്ക് എടുത്ത് ട്രേഡ് കൊടുക്കുന്നു. ഒരു 3v2 ആവുന്നു മാച്ച് നോക്കുവാണെങ്കിൽ. നല്ലൊരു പിക്കായിരുന്നു അത്. ഓക്കെ, ലാസ്റ്റ് പ്ലെയർ റിമൈനിങ് ദർ ഇസ് മായാവി. മായാവി മാത്രമാണ് റിമൈൻ ചെയ്യുന്നത്. ഒരു 1v3 ആണ്. ചെയ്യാൻ പറ്റുമോ മായാവിക്ക്? ഈ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഇക്കോ ഉണ്ടാവുമായിരിക്കോ? ഇല്ല, നോയ്സി ബ്ലാക്കി ആൻഡ് ഫ്രഞ്ച് ബ്രോ ഇതെനിക്ക് ഓക്കെ, റഞ്ചോടെ മായാവി പിക്ക് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്കോർ 11-12 എത്തിയിട്ടുണ്ട്. അതെ, ഒരു കംബാക്ക് ആണോ ഇത്? വീണ്ടും ഒരു കംബാക്ക് ആണോ? ഒരു കംബാക്ക് നമ്മൾ കണ്ടായിരുന്നു. ഇത് അടുത്തൊരു കംബാക്ക് ആണോ? 6-12 നിന്ന് സ്കോർ നേരെ പോകുന്നത് 11-12ലേക്കാണ്. ഡിഫൻസ് സൈഡ് നോക്കുവാണെങ്കിൽ അവരുടെ കയ്യിൽ 3 പേരുടെ AR ഉള്ളൂ. 2 പേരുടെ കയ്യിൽ, ഒരാളുടെ കയ്യിൽ ബുൾഡോഗും ഒരാളുടെ കയ്യിൽ സ്പെക്ടറും ആണ്. ആൻഡ് ഹാഷ്യൂൾസുകളാണ് കൂടുതൽ പേരിലും. സോ ഒരു നല്ലൊരു ചാൻസ് നമ്മുടെ അറ്റാക്കിംഗ് സൈഡിലുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളൊരു കംബാക്കിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സീലോട്ടാണ് ഇത്തവണ അവര് കേറാൻ പ്ലാൻ, ഐ തിങ്ക്. ഓക്കെ, കണ്ട് ഇൻഫോ കിട്ടിയേട്ടാ. ഇൻഫോ എടുത്തിട്ടുണ്ട്. ഈ അടിച്ചു കയറാണ്. ഓക്കെ, മായാവി റൈറ്റ് ടൈമിൽ അവിടെ ഒരു ആംഗിൾ എടുക്കുന്നു. റഞ്ചിനെ പിക്ക് ചെയ്യുന്നു. അവർക്ക് അത്രയും വേണ്ട ഒരു പിക്ക് തന്നെയായിരുന്നു. അവർ പിക്ക് എടുക്കുന്നു. ഒരു 4v4 സിറ്റുവേഷനിലാവുന്നു. ഓക്കെ, ആ ഒരു ബൂം ബോട്ടർ ടാഗ് കൊടുക്കുന്നുണ്ട് സാപ്റ്ററിന്. സ്പാം ചെയ്യുന്നുണ്ട്. ഓക്കെ, 2v2 ആയിട്ടുണ്ട് മാച്ച് നോക്കുവാണെങ്കിൽ. ഈ ഒരു പോകുമോ ഇല്ലയോ ഇപ്പൊ അറിയാം. ഓക്കെ, അവിടെ നൈസ് ട്രൈ ഫ്രം നൈസ് ട്രൈ. ഒന്നും പറയാനില്ല അവിടെ. വെൽ പ്ലേഡ് ഒന്നും പറയില്ല. നൈസ് കംബാക്ക് ആയിരുന്നു അത്. പക്ഷെ അതിന്റെ ഒരു ലാസ്റ്റ് വെരി ക്രൂഷ്യൽ റൗണ്ട് മാത്രം അവർക്ക് കിട്ടിയില്ല. വെരി വെൽ പ്ലേഡ് ഫ്രം ബോത്ത് ടീംസ്. നോക്കുവാണെങ്കിൽ ടോപ്പ് റാങ്ക് ചെയ്തത് നമ്മുടെ റൂഡ് വിത്ത് 21 കിൽസ്, സാപ്റ്റർ 21 കിൽസ്, മായ വിത്ത് 19 കിൽസ്, ഡെവിൽ ഐസ് വിത്ത് 19 കിൽസ്, സ്റ്റീവ് വിത്ത് 20 കിൽസ്, റഞ്ച് വിത്ത് 15 കിൽസ്, ഏജിയാസ്. എല്ലാരും അടിപൊളിയായിട്ട് കളിച്ചു. ഒന്നും പറയാനില്ല. സത്യം ഒരു OT ആണെന്ന് വരെ പ്രൊഡിക്ട് ചെയ്തു. ഓൾമോസ്റ്റ് കിടിലൻ കളി ഒന്നും പറയാനില്ല. അടിപൊളി കളി, ഒന്നും പറയാനില്ല. വെൽ പ്ലേഡ് അത്രേ പറയാനുള്ളൂ.